ഇത്ര മരം വണ്ടിയാണോ പത്മജ? ഒരു കാറിൽ കയറാൻ 33 ലക്ഷം രൂപ കൊടുക്കാൻ മാത്രം മരമണ്ടിയാണോ? പത്മജയുടെ ചോദ്യത്തിന് ഞാനൊരു മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവര് ഓരോ സമയത്തും ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അതിന് അവര് മൂന്നുപുരം പാർലമെന്റിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിന് തോറ്റു. അപ്പോൾ AK ആന്റണിയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരുമാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചതെന്നാണ്, അവരെ തോൽപ്പിച്ചതെന്നാണ് പറഞ്ഞത്. അതിനുശേഷം തൃശ്ശൂരിൽ നിയമസഭയിൽ വന്നപ്പോൾ 2016 മത്സരിച്ച് അതും തോറ്റു. അന്ന് പറഞ്ഞത് CN ബാലകൃഷ്ണനും തരമ്പി രാമകൃഷ്ണനാണ് തോൽപ്പിച്ചത്, അതായത് DC പ്രസിഡന്റുമാർ. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ഈ 2021 തോറ്റു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അന്നത്തെ DC പ്രസിഡന്റായിരുന്ന ഞാനും പ്രതാപനുമാണ് തോൽപ്പിച്ചതെന്ന് പറഞ്ഞു. അതിനൊക്കെ മറുപടി ഇന്നലെ അവരുടെ സഹോദരൻ ഇന്ന് മത്സരിക്കുന്ന K മുരളീധരൻ തന്നെ പറഞ്ഞു. തെരഞ്ഞെടുപ്പുകൾക്ക് അവർക്കൊക്കെ സീറ്റ് പാർട്ടി കൊടുത്തു. 25-30 കൊല്ലം ജയിച്ച തൃശ്ശൂർ നിയമസഭ സീറ്റാണ് അവർക്ക് കൊടുത്തത്. ഏറ്റവും ഷുവർ സീറ്റ്. മൂന്നുപുരം എന്ന് പറഞ്ഞാൽ സാവിത്രി ലക്ഷ്മൺ ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ജയിക്കാവുന്ന കോൺഗ്രസിൻ്റെ, ഇപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും ഉറച്ച മണ്ഡലം കൊടുത്തത്. അന്ന് ജയിച്ച ലോനപ്പൻ നമ്പാടം പറഞ്ഞത് ഈ വോട്ടെണ്ണൽ മെഷീന്, വോട്ട് ചെയ്യുന്ന മെഷീന് EVM-ന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത് പറഞ്ഞത്. ഈ പറഞ്ഞ ഇനിയിപ്പോൾ എന്ത് കാര്യമായാലും ഓരോ സമയത്ത് ആദ്യം പറഞ്ഞ 8 ലക്ഷം എന്ന് പറഞ്ഞു, പിന്നെ 18 ലക്ഷം എന്ന് പറഞ്ഞു, കഴിഞ്ഞ ദിവസം 22 ലക്ഷം എന്ന് പറഞ്ഞു, ഇപ്പോൾ 22.5 എന്ന് പറഞ്ഞു. ഇത് അവിടെ ഈ അദ്ദേഹം ഇവരുടെ പ്രിയങ്ക ഗാന്ധിയുടെ സുരക്ഷ എന്ന് പറയുന്നത് തൃശ്ശൂർ DCC അല്ല സുരക്ഷ, അത് കേന്ദ്ര ഏജൻസിയുടെ നേതൃത്വത്തിൽ ആണ്. ഒരു കാറും അവരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കൂടെ വരുന്നത്. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആ പോലീസ് വിഭാഗമാണ്. അത് മാത്രമല്ല KPCC ആണ് അവരുടെ പ്രോഗ്രാം തീരുമാനിച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു DCC പ്രസിഡന്റ് മാത്രമായിട്ടാണ്. എന്നേക്കാൾ മുകളിലായിരുന്നു പത്മജ, KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ കാറിൽ കയറാൻ ഞാൻ പൈസ വാങ്ങിയത്, ഞാൻ കാറിലല്ല, ഞാൻ 6 കാറ് ബാക്കിലാണ്. എനിക്ക് പോലും അന്ന് കയറാൻ കഴിഞ്ഞില്ല. കാരണം ആ കാറിൽ ഡ്രൈവർ ഒരാൾ, പ്രിയങ്ക ഗാന്ധി രണ്ടാമത്തെ ആൾ, 2 സെക്യൂരിറ്റി, ഒരു ദിബാഷി, പിന്നെ അതിനകത്ത് MP മാത്രമാണ് ആ കാറിൽ കയറ്റിയത്. അതും രസം എന്ന് പറയുന്നത് അവർ സ്റ്റേജിലാണ്, തൃശ്ശൂർ തേക്കിൻകാട് സ്റ്റേജിലിരിക്കുകയാണ്. കാറ് അത് മുൻകൂട്ടി പ്രോഗ്രാം ഒരു റോഡ് ഷോ പ്ലാൻ ചെയ്തിട്ടില്ല. തൃശ്ശൂരിൽ പൊതുയോഗമാണ് പ്ലാൻ ചെയ്തത്. ആ പൊതുയോഗത്തിൽ പത്മജി അടക്കം എല്ലാവരും ഇരിക്കുന്നു, വേറെ ആരും അതിനകത്തില്ല. അവിടെ ഇവിടെ നമ്മുടെ വടക്കാഞ്ചേരിയിൽ നിന്ന് വന്ന് തൃശ്ശൂർ റൗണ്ട് ചെയ്ത് ജോസ് തിയേറ്ററിൻ്റെ മുമ്പിലെത്തിയപ്പോൾ, ഞാൻ ആ കാറിലില്ല, ജോസ് തിയേറ്ററിൻ്റെ മുമ്പിലെത്തിയപ്പോഴാണ് ആളുകളെ കണ്ടപ്പോൾ ഇവർ നേരെ ഈ മുകളിൽ റൂഫ് ഷാഡോ ഉള്ള റൂഫ്, ആ കാറിൻ്റെ റൂഫ് മുകളിൽ നിന്ന് മാറ്റി അവർ എനിക്ക് നിന്നു. അപ്പോൾ TN പ്രതാപൻ MP ആ കാറിലുണ്ടായിരുന്നു. അദ്ദേഹത്തെയും പിടിച്ചു വലിച്ച് മുകളിലേക്ക് കയറ്റി. ഇതാണ് ഉണ്ടായ സംഭവം. പിന്നെ എന്തും ഏതും പറയാം, നമുക്കറിയാലോ, തേക്കിനും തെമ്മാടിക്കും എവിടെയും കിടക്കാം, എന്തും പറയാം. ഈ രൂപത്തിലുള്ളവരുടെ നമ്മളെപ്പോലുള്ള പാവപ്പെട്ട പ്രവർത്തകരെ ഇങ്ങനെ പറയുന്നത് വലിയ കഷ്ടമാണ്. അത് പാർട്ടിയിലുള്ളപ്പോൾ പറയാമായിരുന്നു, ഞങ്ങളുടെ മുഖത്തോക്കി പറയാമായിരുന്നു, അതിന് പരാതി കൊടുക്കാമായിരുന്നു, ഇതൊക്കെ ചെയ്യാമായിരുന്നു. ഇതൊന്നുമില്ലാതെ തോറ്റ് BJPയിലേക്ക് പോയി അവിടെ ഒരാളെപ്പോലും കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരം ബാലിശമായ ആരോപണങ്ങൾ പറയുന്നത് ഞങ്ങളെപ്പോലുള്ള പാവം പ്രവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. 22 ലക്ഷം രൂപ വാങ്ങിയിട്ട് 10 ലക്ഷം രൂപ KPCക്ക് നൽകി, ബാക്കി 12 ലക്ഷം രൂപ ആര് കൊടുത്തത്? KPCക്ക് 10 ലക്ഷം രൂപ നൽകി, ബാക്കി 12 ലക്ഷം രൂപയ്ക്ക് കണക്കില്ലാതെ ഇവിടെ നടത്തിയതാണ് ആരോപിച്ചിരുന്നത്. അല്ല, ഇപ്പോൾ ഈ 22 ലക്ഷം തന്നാൽ പിന്നെ എന്തിനാ KPCക്ക് കൊടുക്കണം 10 ലക്ഷം? കാറിക്കറ്റാൻ അത് ഞാനാണ് കൊടുക്കുന്നത്, അവരാണ്. തന്നിട്ടുണ്ടായിരുന്നു 10 ലക്ഷം. അതിന് പുറമെയാണ് നിങ്ങൾ 22 ലക്ഷം വാങ്ങിയത്. എനിക്കറിയാത്ത കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഈ വാഹനത്തിൽ നിർത്താൻ വേണ്ടി മാത്രമാണ് ഈ പൈസ ആവശ്യപ്പെട്ടതെന്ന് പറയുന്നത്. എന്നിട്ട് ഈ പൈസ വാങ്ങി പക്ഷെ വാഹനത്തിൽ നിർത്തി. അപ്പൊ ഇത്ര മരം വണ്ടിയാണോ പത്മജ? ഒരു കാറിൽ കയറാൻ 33 ലക്ഷം രൂപ കൊടുക്കാൻ മാത്രം മരമണ്ടിയാണോ? ആണോ? നിങ്ങളൊന്ന് ആലോചിക്കും ഈ ജനങ്ങളുടെ മുമ്പിൽ. അപ്പോൾ പറയുന്നതിന് വേറെ എന്തെങ്കിലും കുറച്ചും കൂടി ഗൗരവത്തിൽ പറയായിരുന്നു. അവിടെ ഉണ്ടാക്കിയ സ്റ്റേജ്, അവിടെ ഉണ്ടാക്കിയ ബലൂൺ, അവരുടെ കട്ടൗട്ട്, എല്ലാത്തിൽ നിന്നും കൂടിയെങ്കിലും പറയാൻ പറ്റും. വേണമെങ്കിൽ ഞാൻ എഴുതി കൊടുത്തായിരുന്നില്ലേ
ഇങ്ങനെ മണ്ടത്തരം പറയാൻ പാടും? ഒരു കാറിൽ കയറ്റാൻ, അതും ഇത്രയും KPCCയുടെ ഇത്രയും ഉയർന്ന ഒരു നേതാവ് കെ കരുണാകരൻ്റെ മകൾ, അവർ 33 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ഈ നാട്ടിൽ എങ്ങനെയാണ് ആരാ അത് വിശ്വസിക്കുക? നിങ്ങളെപ്പോലുള്ള ചാനലുകളായിട്ടുള്ള നിങ്ങളെങ്കിലും ഇത് ഈ മണ്ടൻ അത് വെറുതെ വിടുക നല്ലത്. വേറെ ഒന്നും അതിന് മറുപടി അറിയിക്കുന്നില്ല. അതുപോലെ പത്മജയെ തോൽപ്പിച്ചത് നിങ്ങളും അതുപോലെ TN പ്രതാപനും ചേർന്നാണ് എന്നുള്ളതാണ് അവരുടെ മറ്റൊരു ആരോപണം. എനിക്കൊരു ഓട്ടമേ ഉള്ളൂ, TN പ്രതാപന് ഒരു ഓട്ടമേ ഉള്ളൂ. തോറ്റത് എത്ര വോട്ടിനാണ്? അത്രയും വോട്ട്. അതെവിടെയാണെന്ന് പറയുന്നത് 30 വർഷം ഇവിടെ തൃശ്ശൂർ തേറമ്പിൽ രാമകൃഷ്ണൻ ജയിച്ചെടുത്ത്. അത് അവസാനത്തെ വർഷം അദ്ദേഹം 2011 അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹം ശാരീരിക അസ്വസ്ഥത, വളരെ ബുദ്ധിമുട്ടില്ല. എന്നിട്ട് പോലും പ്രചരണം കാലത്ത് 8 മണി വരെ ഉള്ളൂ, പിന്നെ വൈകിട്ടാണ്. എന്നിട്ട് പോലും തൃശ്ശൂരിൽ പാമ്പൻ പാലത്തിൻ്റെ ശക്തി എന്ന ഒരു പ്രയോഗമായിരുന്നു എന്ന് പറയുന്നത്. അത്രമാത്രം ആഴത്തിലുള്ള വേരുള്ള കോൺഗ്രസ് ബന്ധമുള്ള കോർപ്പറേഷൻ ഭരിക്കുന്ന കോർപ്പറേഷനിൽ അത്രയധികം കൗൺസിലർമാരുള്ള തൃശ്ശൂർ നിയമമണ്ഡലത്തിൽ അവർക്ക് സീറ്റ് കൊടുത്തിട്ട് തോറ്റതിന് ഞങ്ങളെപ്പോലും അവരെന്താ പറയുന്നത്?